പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പേരാമ്പ്ര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും നടത്തി. പേരാമ്പ്ര ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. സ്വീകരിക്കുന്നത് എന്നുള്ളത് എത്ര പറഞ്ഞാലും തീരും. ഞാൻ തഹ്ലിയയുടെ ലോഞ്ചിന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പരിപാടികളും പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരേ സമയത്തായതുകൊണ്ട് എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ കൺവെൻഷന് വരാമെന്ന് അന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിക്ക് തന്റെ പ്രസ്ഥാനവും മുന്നണിയും വലിയൊരു അവസരം കൊടുക്കുമ്പോൾ അതെന്റെ വീട്ടിലെ കുട്ടിയാണെന്ന് കരുതി തെരുവിലേക്ക് ഇറങ്ങിയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആ തെരുവിൽ ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അനേകം സ്ഥാനാർത്ഥികൾ ഇത്തവണ ഫെയിൽ ചെയ്തു. 140 സ്ഥാനാർത്ഥികളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആയി. നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക കുറച്ച് മണിക്കൂറുകൾ വൈകിയപ്പോ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടന്ന ആളുകളൊക്കെ ഇന്നലെയാണ് അത് 140 തികയ്ക്കാൻ പെടാപ്പാടുപെടുന്നത് നമ്മൾ കണ്ടത്. പക്ഷെ ഒരു കാൻഡിഡേറ്റ് ആ മണ്ഡലത്തിൽ വന്ന് ഇറങ്ങുമ്പോ മറ്റൊരു കോൺഫറൻസിയും കൊടുക്കാത്ത സ്നേഹം നിങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് പേരാമ്പ്രയുടെ മണ്ണ് കൊടുത്തു എന്നുള്ളത് പേരാമ്പ്രക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അറിയാം. അങ്ങനെ മനസ്സ് കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് കേരളത്തിൽ ഇപ്പൊ ഏറ്റവും ബോധ്യമുള്ള ഒരാൾ ഞാനാണ് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം, നിങ്ങളുടെ മനസ്സ് ഇവിടെ ഞാൻ പറയുന്നു, ഞാൻ വളച്ചുകെട്ടിലിരുന്നില്ലാതെ പറയാണ്. സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ പല പേരുകൾ പറഞ്ഞു കേട്ടു. സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ പല ചർച്ചകൾ നടന്നു. സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ മുന്നണിക്കകത്തും പുറത്തും പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ നടന്നു. അങ്ങനെ പലതരത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പുതുമുഖമായി ഈ നാടിന്റെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ ശേഷിയുള്ള, അതിന് വിവരമുള്ള, വിവേകമുള്ള, നാടിന്റെ ഐക്യം കാക്കുന്ന, ആർജവമുള്ള, പോരാട്ട രീതികളിൽ കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ മടി കാണിക്കാത്ത, ധീരതയുള്ള ഒരു ചെറുപ്പക്കാരിയെ പാർട്ടി മുന്നണി തീരുമാനിച്ചപ്പോ അത്തരം ചർച്ചകളൊക്കെ സ്വിച്ചിട്ടതുമാണ് അവർ അവസാനിപ്പിച്ച് ഇതാണ് നമ്മുടെ സാരഥി, ഇതാണ് സ്ഥാനാർത്ഥി, ഈ ജനത തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് അത് ഉന്നതമായ രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തുന്ന നേതൃത്വത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചെയർമാൻ TK ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് ഷാഫി പറമ്പിൽ MP ഹാരാർപ്പണം നടത്തി. ഷാഫി ചാലിയം, K ബാലനാരായണൻ, സത്യൻ കടിയങ്ങാട്, KA ജോസുകുട്ടി, TK ഇബ്രാഹിം, മുനീർ എരവത്ത്, CPA അസീസ്, K മധുകൃഷ്ണൻ, CH ഇബ്രാഹിംകുട്ടി, E അശോകൻ, SP കുഞ്ഞമ്മദ്, TT ഇസ്മായിൽ, അഹമ്മദ് പുന്നക്കൽ, N സുബ്രഹ്മണ്യൻ, PM ജോർജ്, മനോജ് ആവള, വിജയൻ ചാത്തോത്ത്, EV രാമചന്ദ്രൻ, രാജൻ മരുതേരി, രാജീവ് തോമസ്, PK രാഗേഷ്, P വാസു, മൂസ കോത്തമ്പ്ര, NP വിജയൻ, KP രാമചന്ദ്രൻ, RK മുനീർ, SK അസൈനാർ, KK വിനോദൻ, സുരേഷ് വാളൂർ, പുതുക്കുടി അബ്ദുറഹ്മാൻ, KP വേണുഗോപാൽ, മിനി വട്ടക്കണ്ടി, സൈറ ബാനു, ജസ്മിന മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. നേരിട്ട് പറയുകയാണ്, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. വെറും വാക്ക് ഇത്രയും കാലം പറഞ്ഞിട്ടില്ല. കിട്ടിയ അവസരങ്ങളിലൊക്കെ, കിട്ടിയ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാക്കുകൂടി നിങ്ങളോട് പറയുന്നു, ഞാൻ ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് പേരാമ്പ്രയെ തിരിച്ചെടുക്കുമെന്നുള്ളത് ഉറക്കെ നിങ്ങൾ ഏത് അവസരത്തിലും പറഞ്ഞോളൂ. ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് UDF. K മധുകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുടെ പ്രഖ്യാപനം നടത്തി. 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഭാരവാഹികളായി K ബാലനാരായണൻ ചെയർമാൻ, RK മുനീർ കൺവീനർ, കല്ലൂർ മുഹമ്മദ് അലി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സുബിത അനിൽ, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര.